അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഓഫ് ഡേ ആണ്. ഓഫ് ഡേ ആയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഷീറ്റൊക്കെ മടക്കി വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി വരും. അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒന്ന് ടോണർ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും നല്ലപോലെ. എന്നിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ലിപ് ബാമും കൂടെ ഇട്ട് കൊടുക്കും. ഇതാണ് എൻ്റെ ഒരു ബേസിക് സ്കിൻ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഞാൻ പതുക്കെ എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് ചെയ്ത് ആവുമ്പോഴത്തേക്കും എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയി ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കിച്ചണിൽ പോയി ജസ്റ്റ് ഒരു ചായ ഇട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇഞ്ചി ചായയോട് എന്തെന്നില്ലാത്ത ഒരു അട്രാക്ഷനാണ്. എപ്പോഴും ഞാൻ ചായ ഇടുവാണെങ്കിൽ ഇഞ്ചി ചായ ഇടത്തുള്ളൂ. അങ്ങനെ ഇന്ന് ഞാൻ ഇഞ്ചി ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചി ചായ കുടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വന്നിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇഞ്ചി ചായ കുടിക്കുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ രാവിലെ കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കി, കടലക്കറി ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടി കഴിച്ചു. നല്ല വിശപ്പായിരുന്നു. കാരണം തലേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നല്ല ടയർഡായിട്ടാണ് വന്ന് കിടന്നത്. ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ എണീറ്റ് നല്ലപോലെ ഫുഡ് കഴിച്ചു. അതിനുശേഷം ഞാൻ രാവിലെ പതുക്കെ ടെറസിൻ്റെ മണ്ടയിൽ പോയി കുറച്ച് നേരം നടക്കും. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. അപ്പം ടെറസിൻ്റെ മണ്ടയിൽ കുറച്ച് നേരം വെയിൽ കൊള്ളും. പിന്നെ ഞാനിങ്ങനെ മെട്രോ ഒക്കെ പോകുന്നത് കുറച്ച് നേരം നോക്കി നിൽക്കും. ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. അതിന് ശേഷം താഴെ വന്നിട്ട് നമ്മൾ അടുത്ത ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് ചോറിനുള്ള സെറ്റാക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഓഫ് ഡേയിലാണ് 3 നേരവും കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നേരമാണ് സാധാരണ ഫുഡ് കഴിക്കാറുള്ളത്. ഇതാകുമ്പോൾ ഓഫ് ഡേയിൽ കറക്റ്റും റൂമിലുള്ളത് കൊണ്ട് തന്നെ 3 നേരം ഫുഡ് ഉണ്ടാക്കുകയും ചെയ്യും, നല്ലപോലെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് ഓഫ് ഡേ സത്യം പറഞ്ഞാൽ ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴാണ് ഓഫ് ഡേ കിട്ടുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അതാണൊരു പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ടു, ചോറൊക്കെ റെഡിയായിട്ടുണ്ട്. ചോറ് റെഡിയായതിന് ശേഷമാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് കറി ഉണ്ടാക്കുമെന്ന്. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ഫുൾ അരിച്ച് പറക്കി ഉള്ള പച്ചക്കറി എല്ലാം എടുത്ത് അരിയുന്നുണ്ട്. എന്താണ് വെക്കേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുവാണ്, ഇന്നിപ്പോൾ ഇതുണ്ടാക്കാം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ പച്ചക്കറിയൊക്കെ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കിയതായെല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ ബീൻസിൻ്റെ മെഴുക്കുവരട്ടിയും അതുപോലെ തന്നെ മത്തങ്ങയുടെ ഒരു കറിയും പിന്നെ ഒരു തോരനുമാണ് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ 3 കറിയാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറിയും പിന്നെ ആപ്പിളും കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ട്. ഭയങ്കര ടൈം എടുത്താണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത്. കാരണം ഓഫല്ലേ, അപ്പോൾ എങ്ങും പോകണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ടൈം എടുത്താണ് ഓരോന്നും ചെയ്യുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ റൂം ഫുള്ള് നല്ലപോലെ തൂത്തുവാരി തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. അതിനുശേഷം ഞാൻ പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എൻ്റെ ജസ്റ്റ് ബേസിക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തു. ഒരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലും കാലിലൊക്കെ നല്ലപോലെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുവാണ്, ലോഷൻ ഇട്ട് കൊടുക്കുവാണ്. കാരണം നല്ലപോലെ ഡ്രൈ ആവുന്നുണ്ട് സ്കിന്നൊക്കെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ എന്തായാലും മിസ്സാവാതെ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ നല്ലപോലെ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അതിനുശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് നല്ലപോലെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ സെറ്റാക്കി റെഡിയാക്കി മസാജ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത്രയാണ് ബേസിക്കായിട്ട് ഞാൻ സ്കിൻ കെയറിന് വേണ്ടി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മുടി നല്ലപോലെ ഒന്ന് തോത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഹെയറിൽ ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നേരെ പോയി ഫുഡ് കഴിക്കാം. അപ്പം ഇന്ന് നമുക്ക് ചിക്കൻ അച്ചാറുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട് വീട്ടിൽ പോയിട്ട് വന്നപ്പം ചിക്കൻ അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ കറികളും എല്ലാം കൂടെ വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ പ്ലേറ്റ് നിറഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വയറ് നിറഞ്ഞു. അങ്ങനെ ആ ചോറൊക്കെ റെഡിയായി സെറ്റാക്കി. ഇനി നമ്മൾ കഴിക്കാൻ പോവാണ്. നല്ല ആസ്വദിച്ചാണ് കഴിക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഫുഡ് കഴിക്കുമ്പോൾ നല്ലപോലെ ആസ്വദിച്ചാണ് കഴിക്കുന്നത്. വിശപ്പുള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല. അങ്ങനെ നല്ല പോലെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു സത്യം പറയാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റ് വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒരു കട്ടനും ഒരു പാസ്ത ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി നോർമൽ ചോറ് തന്നെ ആയിരുന്നു. അതിനുശേഷം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്നെയിൽ മ്യൂസിൻ എക്സ്ട്രാക്റ്റ് ഇട്ട് കൊടുക്കുവാണ് ഫേസിൽ. നല്ലപോലെ ഇട്ടതിന് ശേഷം ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ ലിപ്സിൽ ബോറോലിനാണ് ഇട്ട് കൊടുക്കുന്നത്. ലിപ്സ് നല്ലപോലെ ഡ്രൈ ആവുന്നുണ്ട് ഞാൻ ബോറോലിനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്.